ഹലോ കൂട്ടുകാരെ, നാളത്തെ ന്യൂ മൂണിനെ കുറിച്ചുള്ള കളക്റ്റീവായിട്ടുള്ളൊരു എനർജി അപ്ഡേറ്റ് ആണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം കളക്റ്റീവായിട്ടുള്ള ഈ ഒരു എനർജി അപ്ഡേറ്റിൽ വരുന്നത്, ആദ്യത്തെ കാര്യം വന്നിട്ട് ഒത്തിരി സോൾസ് അവേക്കനിങ് ജേർണിയിലേക്ക് വരുന്ന ഒരു സമയമായിരിക്കും ഇനി അങ്ങോട്ട് മുമ്പോട്ട്. അതായത് ഈ ഒരു ന്യൂ മൂൺ കഴിഞ്ഞിട്ട് മുമ്പോട്ട് 11 പോർട്ടൽ വരെയും ഈ ഒരു ജേർണിയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒത്തിരി ന്യൂലി അവേക്കൻഡ് ആയിട്ടുള്ള സോൾസ്, അല്ലെങ്കിൽ ആ ഒരു അവേക്കനിങ് ജേർണിയിലേക്ക് വരുന്ന സോൾസ് ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് ഇൻ പെർട്ടിക്കുലറായിട്ട് വരുന്ന ഒരു സമയമായിരിക്കും. ഓവറോളായിട്ടും എർത്തിൻ്റെ, അതായത് ഭൂമിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു 5D വൈബ്രേഷനിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ട്വിൻ ഫ്ലെയിംസ് അല്ലാതെ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്നിട്ടുള്ള സോൾസിനും ഇതൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പീരീഡാണ്. അതേപോലെ തന്നെ കുറേ പുതിയ അവേക്കനിങ്സും സ്പിരിച്വൽ ജേർണിയിലുള്ളവരിലും നമുക്ക് പൊതുവേ കാണാൻ പറ്റുന്ന ഒരു സമയം ആയിരിക്കും ഇതല്ലാതെ ട്വിൻ ഫ്ലെയിംസിൻ്റെ കളക്റ്റീവായിട്ടുള്ള ഒരു എനർജിയിലെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു സെപ്പറേഷൻ 3D സെപ്പറേഷൻ പീരീഡിലാണെങ്കിൽ, കാരണം സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഇല്ലൂഷനാണ്. ഒരിക്കലും ട്വിൻ ഫ്ലെയിംസിൽ സെപ്പറേഷൻ സോൾ വൈസിൽ, അതായത് ആ ഒരു സോൾ ലെവലിൽ ഉണ്ടാവാറില്ല. നമുക്ക് 3Dയിൽ അത് ഫീൽ ആവുന്നുണ്ടെങ്കിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇഷ്യൂയിലാണ്, അല്ലെങ്കിൽ ഒരു ഈഗോ ബേസ്ഡ് എനർജിയിലാണ് ഒരു സെപ്പറേഷൻ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് അവേക്കനിങ്ങിൽ, അല്ലെങ്കിൽ ഈ ഒരു അവേക്കനിങ്ങിൽ വന്നു കഴിഞ്ഞിട്ട് 1-1.5 വർഷം സീരിയസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ ട്വിൻ ഫ്ലെയിംസിൻ്റെ കാര്യത്തിലാണ് ഈ പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ്റെ പേരിലാണ് ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനെ ക്ലാരിഫൈ ചെയ്യാനുള്ള കാര്യം, പ്രത്യേകിച്ചും ഫെമിനൈൻ എനർജി മുൻകൈ എടുത്തിട്ട് മുമ്പോട്ട് പോകുന്നതാണ് ഈ ഒരു ഇങ്ങനെയുള്ള ഒരു സിനാരിയോയിൽ. പക്ഷേ എഗെയിൻ ഇവിടെ മനസ്സിലാക്കുക, പല സോൾ ലെസൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു മുൻകൈ എടുത്ത് മുമ്പോട്ട് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരുടെ കൗണ്ടർ പാർട്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു എനർജി ഉള്ളിൽ നിന്നും തോന്നുകയാണെങ്കിൽ അതിനെ സപ്രസ് ചെയ്യാതെ മുമ്പോട്ട് പോവുക. ആൻഡ് അവിടെ കിട്ടുന്ന ട്രിഗേഴ്സിനെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് കാർമിക് ട്രിഗേഴ്സ്. ഇതുവരെ, അതായത് നമുക്കൊക്കെ അറിയാം, ഒരു 10 പോർട്ടലൊക്കെ കഴിയുമ്പോഴത്തേക്ക് കാർമിക്സിനെ കളക്റ്റീവിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയമായിരിക്കും. അപ്പോൾ 8 പോർട്ടൽ വരെ എത്രത്തോളം നമ്മൾ കാർമിക്സിനെ ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാർമിക്സ് എന്ന് പറയുമ്പം ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ജോലിയാവാം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളല്ലായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്സ്, ടീം വർക്കിൽ കൊളാബറേഷൻസ് ഒക്കെയും നമ്മുടെ ട്രൂത്തിന് അനുയോജ്യമായിട്ട് അല്ലാത്ത കാര്യങ്ങൾ, അങ്ങനെ കാർമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് എക്സ്ട്രീം ലെവലിലുള്ള ട്രിഗേഴ്സ് ഫെമിനൈൻ എനർജിക്ക് കിട്ടുന്ന ഒരു സമയമാണ്. ഓൾറെഡി ഈ ഒരു ട്രിഗേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 7 പോർട്ടൽ തൊട്ട് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്, ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ആവുന്നുണ്ടെങ്കിലും അതിനെ ഹോൾഡ് ബാക്ക് ചെയ്തുകൊണ്ട് ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്യാത്ത ഫെമിനൈൻ എനർജീസിന് യൂണിവേഴ്സായിട്ട് ഇവിടെ ടെസ്റ്റ് ആൻഡ് ട്രിഗേഴ്സ് ആ കാർമിക് ബോൺസിലൂടെ കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു കാർമിക് എഗ്രിമെൻറ്റ്സിനെ റിലീസ് ചെയ്യിക്കാനായിട്ട് ഫെമിനൈൻ എനർജീനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമാണ് ഇത്. അടുത്തതായിട്ട് ഒരു ഹീലിങ്ങിൽ വളരെ ഇൻറ്റൻസായിട്ട് ഹീലിംഗ് ജേർണിയിലൂടെ കടന്നു പോയിക്കൊണ്ട് അത്രയും ഹീലിംഗ് വർക്ക് ചെയ്ത ഫെമിനൈൻ എനർജീസ് ഒരു സോൾ അലൈൻമെൻറ്റിലേക്ക് വരുന്ന ഒരു സമയമാണ്. സോൾ അലൈൻമെൻറ്റ് ഇൻ ദ സെൻസ് അവരവരുടെ പാത്തിൽ അവരുടെ സോൾ പർപ്പസ് ചെയ്തുകൊണ്ട് തന്നെ, സോൾ പർപ്പസിൽ കുറേ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അതിലും അവർ എനർജീനെ ബാലൻസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് എങ്ങനെ പോകണമെന്നും, അൾട്ടിമേറ്റ്ലി ഒരു പേർപ്പസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ആ ഒരു സോളിൻ്റെ അലൈൻമെൻറ്റിൽ നിൽക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ബാലൻസിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് കളക്റ്റീവിൽ. ഏറ്റവും കൂടുതൽ കളക്റ്റീവിൽ കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന
ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് ഹാർട്ട് ചക്രയുടെ ഹീലിംഗ് ആണ് ഈ ഒരു സമയത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള എനർജീസാണ്, പേർജിങ് ആണ് നടക്കുന്നത് ഈ ഒരു സമയത്ത്, പെർട്ടിക്കുലർലി ഫെമിനൈൻ എനർജീസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇൻറ്റൻസ് ആയിട്ടുള്ള പേർജിങ് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ ഹേർട്ട് ചെയ്തിട്ടുള്ളവർ ഫൊർഗീവ്നെസ് കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും സർഫേസിൽ വരുന്നുണ്ടായിരിക്കാം. നോവേ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കൗണ്ടർ പാർട്ടിനോട് നമുക്ക് ദേഷ്യം ഇനിയും ഈ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ എനിക്ക് വേണ്ടാന്നോ ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. ആൻഡ് അതേപോലെ തന്നെ യൂണിവേഴ്സ് തരുന്ന ഒരു ലവ്, അതായത് ആ ഒരു റിസീവിങ് മോഡിൽ ഇരിക്കാണ്ട് യൂണിവേഴ്സ് തരുന്ന ലവ് എന്ന് പറയുമ്പോൾ അതിപ്പം ഒരു റിവാർഡായിട്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സോൾമേറ്റിനെ കൊണ്ടുതരിക ആവാം. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ അത് ലൈഫ് പാർട്ട്ണർ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു ഗുരുവിൻ്റെ രൂപത്തിലോ ഒരു ടീച്ചറിൻ്റെ രൂപത്തിലോ ഒരു ഫ്രണ്ടിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എവിടെയാണോ നമ്മളൊരു സ്റ്റാഗ്നൻ്റ് എനർജി ഫീൽ ആവുന്നത് അവിടുന്ന് മുമ്പോട്ട് കൈപിടിച്ച് നടത്താനായിട്ട് ഒരു ലൈറ്റ്, ഒരു ഗൈഡിൻ്റെ രൂപത്തിൽ വന്ന ആ ഒരു ആളെ പോലും പലപ്പോഴും നമ്മൾ ട്രസ്റ്റ് ചെയ്യാണ്ട് ഡൗട്ടിൻ്റെ എനർജിയിൽ പോകുന്ന ഒരു സമയമായിരിക്കും ഇത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി, അതായത് കോർ ബ്ലോക്സിലേക്ക് യൂണിവേഴ്സ് നമ്മളെ കൊണ്ടെത്തിച്ച് അതിനെ ഹീൽ ചെയ്യിക്കാനായിട്ടാണ് ഈ ഒരു ബ്ലോക്കേജസ് സർഫേസിൽ വരുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്തായിട്ട് ഈ ഒരു സമയം ന്യൂ മൂൺ ഇൻ വെർഗോ ആണ്. വെർഗോ എന്ന് പറയുന്ന ആ ഒരു പ്ലാനറ്റ്, ആ ഒരു പ്ലാനറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ അതെപ്പോഴും ആ ഒരു ടൈം പീരീഡിൽ ജനിച്ചവർക്കറിയാം, അവർ കുറച്ചുകൂടെ ഒന്ന് അനലിറ്റിക്കൽ സ്കിൽസ് കൂടുതലുള്ളവരായിരിക്കും, പ്രാക്ടിക്കലി ചിന്തിക്കുന്നവരായിരിക്കും. വേറാസ് സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലായ്പ്പോഴും ഈ പ്രാക്ടിക്കാലിറ്റീനെയും ഇമോഷൻസിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ പലപ്പോഴും ഈ ഒരു വെർഗോയുടെ ഒരു എഫക്റ്റ് കൊണ്ട് തന്നെ ഈ ഒരു ടൈം പീരീഡ്, അതായത് അടുത്ത ഫുൾ മൂൺ വരെയുള്ള സമയത്തിനുള്ളിൽ നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ടായിരിക്കും പല കാര്യങ്ങളും ചിന്തിക്കുന്നത്. അതായത് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാതെ, ഇമോഷൻസ് അധികം കൊടുക്കാതെ മെറ്റീരിയലിസ്റ്റിക് തിങ്സിലേക്ക് കൂടുതലായിട്ട് ഫെമിനൈൻ എനർജി സ്വാഭാവികമായിട്ടും ചിന്തിക്കുമായിരിക്കും ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു സ്റ്റേജ് കടന്നു വന്നിട്ടുണ്ടാവാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇതൊരു യൂണിവേഴ്സൽ ടെസ്റ്റാണ്. കാരണം എല്ലായ്പ്പോഴും ഒരു ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് ബാലൻസ്ഡ് വെയിലായിരിക്കണം പോകേണ്ടത്. ആൻഡ് എല്ലാ കാര്യത്തിൽ നിന്നും ഡിറ്റാച്ച് ആയി നിന്നുകൊണ്ട് വേണം കാര്യങ്ങളെ മാഗ്നറ്റൈസ് ചെയ്യാൻ. ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർക്കാപ്പുറത്ത് പെട്ടെന്നൊരു നല്ല ഓപ്പർച്യൂണിറ്റി വന്നു, അതല്ല പെട്ടെന്ന് ഫിനാൻഷ്യലി കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു, ഒരു അബൻഡൻസ് ക്രിയേറ്റായി, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പൊക്കെ വന്നുവെങ്കിൽ വളരെ അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ആ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ടെസ്റ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സറണ്ടർ ചെയ്തുകൊണ്ട് ആ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെർഗോൻ്റെ ഇനിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വെർഗോയിലുള്ളവർ, അല്ലെങ്കിൽ ആ ജനിച്ച ആൾക്കാർ, അല്ലെങ്കിൽ ആ പ്ലാനറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. എഗെയിൻ സ്പിരിച്വാലിറ്റിയിൽ വരുമ്പോൾ പ്രത്യേകിച്ചും ഫെമിനൈൻ എനർജി ഒരു പക്ഷേ ഒരു പെർഫെക്ഷൻ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ അവിടെ പിന്നെയും നമ്മൾ ബാലൻസ്ഡ് ആവാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു ഫെമിനൈൻ എനർജി ഹീലിംഗിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ ഹീൽ ചെയ്തു, എൻഡ് ഓഫ് ദി ഡേ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ പഠിക്കുന്നത്. വേറാസ് നമ്മൾ ആ ഒരു പെർഫെക്ഷൻ്റെ എനർജിയിലേക്ക് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലെ ഒത്തിരി കാര്യങ്ങളെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും. സോ ഇങ്ങനെയൊരു എനർജി നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇത് ഈ ഒരു ടൈം പീരീഡിൻ്റെ കുറേ പോർട്ടൽസിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു എനർജീനെ റിലീസ് ചെയ്യുക. ഇത് നമ്മൾ സെൽഫ് ലെവലിലൂടെ മാത്രമായിരിക്കും ചെയ്യുന്നത്. സോ ഈ ഒരു ദിവസങ്ങളിൽ, അതായത് അടുത്ത ഫുൾ മൂൺ വരെയുള്ള സമയത്ത് പെർട്ടിക്കുലർലി ഫെമിനൈൻ എനർജീസ് സെൽഫ് ലവ് പ്രാക്ടീസസ് ചെയ്യുക. അത് മെഡിറ്റേഷൻ ആവാം, ഏതെങ്കിലും സ്പിരിച്വൽ ടൂൾ ഉപയോഗിച്ച് ഹീലിങ്സ് ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ
ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലൈഫിൽ മുമ്പോട്ട് പോവുക. അതായത് പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ അധികം കണക്റ്റ് ആവാതെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കളക്റ്റീവിൽ ഈ ഒരു ഹീലിങ്ങിൽ ഉള്ള ഫെമിനൈൻ എനർജീസിന് കാണാൻ പറ്റുന്ന ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 696, 969, 396. ഇത് മാനിഫെസ്റ്റേഷൻ്റെയും കൂടെ നമ്പറാണ്. ഈ ഒരു 396 കാണുമ്പോൾ മനസ്സിലാക്കുക നിങ്ങളുടെ ആ ഒരു നിമിഷത്തെ തോട്ട് പാറ്റേൺ എന്താണെങ്കിലും അത് മാനിഫെസ്റ്റ് ആകാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഒരു നമ്പറിൻ്റെ മീനിങ്. അപ്പോൾ എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് 222, 111, 1111, 1122ൻ്റെ എല്ലാ സീരീസും, അതായത് 1122, 1133, 1144, 1155 ഇങ്ങനെയുള്ള നമ്പേഴ്സൊക്കെയും കാണുമ്പോൾ മനസ്സിലാക്കുക പ്രത്യേകിച്ചും ഹാർട്ട് ചക്രയുടെ ഒരു ഹീലിംഗ് ഈ ഒരു ടൈം പീരീഡിൽ ഈ ഒരു പോർട്ടൽസിൻ്റെ പ്രഭാവത്തിൽ നമ്മൾക്ക് ഹീലിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. ഇനിയുള്ള മേജറായിട്ടുള്ള ഒരു ഇഷ്യൂ ഫെമിനൈൻ എനർജീസിൽ സർഫേസിൽ വരുന്നത് ആങ്കർ ഇഷ്യൂസ് ആയിരിക്കും. അറിയാൻ വയ്യാത്ത ഒരു ആങ്സൈറ്റി, എന്തെന്നറിയാൻ വയ്യാത്ത ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ഫിയർ സർഫേസിൽ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഈ ആങ്കർ ഇഷ്യൂസ് സർഫേസിൽ വരുന്നത് ഷാഡോ സെൽഫിനെ ഇനി ഹീൽ ചെയ്യാനുള്ളതാണ് സർഫേസിൽ വരുന്നതെന്ന് മനസ്സിലാക്കുക. ആൻഡ് അൺനോൺ ഫിയർ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സർഫേസിൽ വരുന്നതാണ്. അപ്പം ഈ ഒരു പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഒരു ഡ്രീംസിനെ ജേർണലിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് എന്നും രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രീംസ് സബ് കോൺഷ്യസ് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഡ്രീംസിലൂടെ നമ്മൾ കണക്റ്റ് ആവുന്നത് ഹീലിങ്ങിലുള്ളപ്പോൾ. അതിനെ എഴുതി വെക്കാനും അതിനെ ഡീകോഡ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അടുത്തതായിട്ട് മസ്കുലൈൻ എനർജീസിൻ്റെ കളക്റ്റീവിൽ ഉള്ള എനർജി അപ്ഡേറ്റാണ്. മസ്കുലൈൻ എനർജീസ് ന്യൂ അവേക്കനിങ്സിൽ വന്ന ഫെമിനൈൻ എനർജീസിൻ്റെ ഒഴികെ കളക്റ്റീവായിട്ട് പറയുമ്പോൾ റണ്ണർ ഫേസിലുള്ള മസ്കുലൈൻ എനർജീസ് അവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ്, പെർട്ടിക്കുലർലി ഹെഡേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു ടൈം പീരീഡാണ്. അവർ ഒത്തിരി പ്രാക്ടിക്കലായിട്ട് ആലോചിക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാനായിട്ട്, അതായത് 3D ലൈഫിൽ പല കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ്. അടുത്തതായിട്ട് ഹീലിംഗിലേക്ക് വന്ന 1.5 വർഷം 2 വർഷമൊക്കെ ആയ ഒരു ഫെമിനൈൻ എനർജിയുടെ മസ്കുലൈൻ എനർജി അവർ ഫിനാൻഷ്യൽ ലോസസിലൂടെ കടന്നു പോകുന്ന ഒരു സമയം. കാർമിക് ലൂപ്സിൽ പിന്നെയും പെട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ, അതേസമയം അവിടെ ഹാപ്പി അല്ലാന്ന് അറിഞ്ഞിട്ടും അതിലേക്ക് അഡ്ജസ്റ്റ് ആവാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സമയം. കാരണം ആ ഒരു പാഠങ്ങളിലൂടെ അല്ലെങ്കിൽ ആ ഒരു കാർമിക് ലൂപ്സിലൂടെ മാത്രമേ അവർ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുകയും ആ ഒരു കാർമിക് കോൺട്രാക്ട്സിനെ അവർക്ക് എൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് അവരെ ആ ഒരു കാർമിക് ലൂപ്സിൽ പിന്നെയും കൊണ്ട് ചെന്നെത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഫെമിനൈൻ എനർജി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ സെൽഫ് ഹീലിങ്ങിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് സോൾ അലൈൻമെൻറ്റിലേക്ക് വരുന്ന ഫെമിനൈൻ എനർജീസ് അവരുടെ DM പാർഷ്യലി അവേക്കൻഡ് ആണ്. ഈ പാർഷ്യലി അവേക്കൻഡ് ആണെന്ന് പറയുന്നത് സോൾ ലെവലിൽ അവർ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു കണക്ഷൻ്റെ ഡെപ്തും ഇതിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ട്രൂത്തിനെ അവർ റെക്കഗ്നൈസ് ചെയ്തു. പക്ഷേ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള വഴികൾ 3D ഓറിയൻറ്റഡ് ആയിട്ട് ആലോചിക്കുമ്പോൾ അവർക്ക് അതിന് ഉള്ള ആൻസേഴ്സ് കിട്ടാതിരിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലറായിട്ടും സോൾ അലൈൻമെൻറ്റ് തൊട്ട് കുറച്ചുകൂടെ ഹീൽഡായിട്ടുള്ള ഫെമിനൈൻ എനർജീസിൻ്റെ മസ്കുലൈൻ എനർജീസിൽ അവരുടെ ലൈഫിലുള്ള കാർമിക്സ് എന്ന് പറയുമ്പോൾ എഗെയിൻ ഒരു ലൈഫ് പാർട്ട്ണർ മാത്രമല്ല, മേ ബി ജോലികളാവാം, ഏതെങ്കിലും ഫിനാൻഷ്യൽ ബേർഡൻസ് ആവാം, റെസ്പോൺസിബിലിറ്റീസ് ആവാം. അവർ എന്തിനോടാണോ അറ്റാച്ചായി ഏറ്റവും കൂടുതൽ അറ്റാച്ചായി ഈ ഒരു ട്രൂത്തിനെ അവർ മാറ്റി നിർത്തുന്നത്, അതായത് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനെ മാറ്റി നിർത്താനുള്ള റീസൺ ആയിട്ടുള്ള അവരുടെ ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ കാണും. അതൊക്കെയും അവരുടെ ലൈഫിൽ ക്ലിയർ ആവുന്ന ഒരു സമയവും കൂടെയാണ് അടുത്ത ഒരു ക്വാർട്ടറിൽ. അതായത് 2 to 3 months തൊട്ട് ആ ക്ലിയറൻസ് സ്റ്റാർട്ട് ആവുന്ന ഒരു സമയമാണ്. ഇൻ പെർട്ടിക്കുലറായിട്ട് 2025 എൻഡിങ്ങിനകം ഒത്തിരി കാർമിക്സ് അത് കളക്റ്റീവിൽ ക്ലിയർ ആകുന്ന ഒരു സമയമാണ്.
അതായത് ഈ ഒരു സമയമെന്ന് പറയുന്നത് എഗെയിൻ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള എനർജീസും പേർജിങ്ങിലൂടെയും ഒക്കെ ആയിരിക്കും ഡി എം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ സെയിം ഇമോഷൻസ് പ്രോബബ്ലി ഡി എഫും പിക്ക് ചെയ്യുന്നുണ്ടാവാം. ഇതല്ലാണ്ട് ഈ ഒരു കണക്ഷനെ റെക്കഗ്നൈസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത ഡി എംസ് ഈവൻ ദോ അവരുടെ ലൈഫിൽ കാർമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവരുടെ ഉള്ളിലെ ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റിനെ ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു സെൽഫ് ലവിലേക്ക് വരുന്ന ഒരു സമയമാണ്. ആൻഡ് ആക്ച്വലി അവരുടെ ലൈഫിൽ അവരുടെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആ ഒരു സോൾ റെക്കഗ്നൈസേഷൻ, അല്ലെങ്കിൽ ആ സോളിലേക്കൊരു ട്രാവലിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള ഒരു അനലൈസേഷൻ എന്ന് പറയാം. സോളിലേക്ക് കണക്റ്റ് ആവുന്ന ഒരു പ്രോസസ്സ്, ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലായിരിക്കും. ഈ ഒരു ഡി എംസ് ആണെങ്കിലും പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷനിലുണ്ടെങ്കിൽ പോലും ഈ ഒരു ടൈം പീരീഡിൽ മേ ബി ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കാനൊന്നും ഇഷ്ടപ്പെടാതെ ഒരു പോസ് മോഡിലേക്കൊക്കെ പോവാം. പെട്ടെന്ന് ഈ ഒരു ഡി എഫിന് ഇത് എഗെയിൻ ഒരു ടെസ്റ്റാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും. കാരണം അത്രയും ഒരു ഹാർമോണിയസ് വേയിൽ ഒരു ഹീലിംഗ് ഒക്കെ നടന്ന് കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ട് പെട്ടെന്ന് ഡി എം അവിടെ കമ്മ്യൂണിക്കേഷനിൽ ഇല്ലാതിരിക്കുമ്പോൾ ഡി എഫ് അവിടെ ബാലൻസ്ഡ് ആണോ എന്നുള്ളത് ഡി എഫിനുള്ള ടെസ്റ്റും, ഡി എമ്മിന് അവരുടെ ആ ഒരു ട്രൂത്തിലേക്ക് വരാനായിട്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ ആ ഒരു എനർജീനെ അവരുടെ ഉള്ളിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനായിട്ടുമുള്ള ഒരു സമയമാണ്. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ഡി എംസ് കളക്റ്റീവിൽ ഒരു സൈലൻറ്റ് മോഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു സ്പേസ് കൊടുക്കുക. നിങ്ങളുടെ എനർജീനെ പിൻവലിച്ചിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരു പർപ്പസ് തന്നിട്ടുണ്ട്, ആ ഒരു പർപ്പസിലേക്ക് നിങ്ങളുടെ എനർജീനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സെൽഫ് ലവിലിരുന്നു കൊണ്ട് മുമ്പോട്ട് ഡിവൈൻ ടൈമിങ്ങിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ്. റെസൊനേറ്റ് ആയെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ടും ഹീലിംഗ് സെഷൻസിനായിട്ടും ആകാശിക് റെക്കോർഡ് റീഡിങ്സിന്, ആകാശിക് റെക്കോർഡ് ഹീലിങ്സിന്, റേക്കി ഹീലിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.